ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിലും ദൈവത്തിന്റെ പാദപീഠെ കടന്നുവന്ന് അനിശ്ചിതത്വവും ചിന്താക്കുഴപ്പവും ഉണ്ടാക്കപ്പെടുന്ന ഈ ലോകത്തിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പ്രസ്താവിച്ച സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് രാവിലെയും ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ തന്നെ ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയും ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവമേ, എൻ്റെ നിലവുകളെ പരിശോധിക്കണമേ. എന്നെ നേരായ മാർഗത്തിൽ നടത്തുവാൻ ഉപയുക്തമായ അങ്ങയുടെ വചനത്തിനു മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന എന്നെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ജെറുസലേമിലെ രാജാവായിരുന്ന സഭാപ്രസംഗി അഥവാ ശലോമോൻ ഈ പുസ്തകത്തിൽ തന്നെ ഒരു പ്രസംഗകനായി വെളിപ്പെടുത്തുന്നു, അഥവാ ഒരു ഉപദേശകനായി വെളിപ്പെടുത്തുന്നു. തന്റെ ഉപദേശത്തിൽ ഈ പുസ്തകത്തിൽ ഉടനീളം പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായയത്രേ. 2 തവണ ആ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. ഒന്ന്, ശലോമോൻ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുകയാണ്. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി തന്നെ പറയുന്നു. എന്നിട്ട് ചുറ്റുപാടുമുള്ള ലോകത്തെ നോക്കിയിട്ട് പറയുകയാണ്, അതും മായയാണ്. കൂടാതെ ഈ അധ്യായത്തിൽ ശലോമോൻ ചോദിക്കുന്നത്, സകല പ്രയത്നത്താലും മനുഷ്യൻ എന്ത് ലാഭം? സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് അതെങ്ങനെയെന്ന് ശലോമോൻ കാണുകയാണ്. കാറ്റങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നു. നദികൾ ഒരിക്കലും നിറയാത്ത കടലിലേക്ക് അനന്തമായി ഒഴുകുന്നു. മൊത്തത്തിൽ താൻ അപഗ്രഥിച്ച് പഠിച്ച് പറയുകയാണ്, എല്ലാം മറന്നു പോകുന്നു. ലോകത്തിന്റെ ചിന്താഗതിയും ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാണ്. അതേ വീക്ഷണമാണ് ജ്ഞാനിയായിരുന്ന ശലോമോനും ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തിനായി മാത്രം ജീവിക്കുന്നവരുടെ നിരർത്ഥതയെ ശലോമോൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുപക്ഷെ തന്റെ വ്യക്തിപരമായ ജീവിതത്തെയും കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ശലോമോൻ ഈ കാര്യങ്ങൾ ഇവിടെ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നത്. എന്നാലും തന്റെ ഈ വചനങ്ങളിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള ഉജ്ജ്വലമായ ചില സൂചനകൾ, ചില പ്രബോധനങ്ങൾ നാം ഇതിൽ കാണുന്നു. താൻ അതും ഈ ഭാഗത്ത് ദൈവാത്മാവിനാൽ തുന്നിച്ചേർക്കുകയാണ്. താൻ ഒന്നാമത് പറയുന്നത് ജീവിതത്തിന്റെ നിരർത്ഥകമായ അനുഭവം. 2, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവന്റെ അനുഭവം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവന് യഥാർത്ഥ പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായും ലഭിക്കും എന്ന് നാം മനസ്സിലാക്കുന്ന ഒന്നാണ് പ്രത്യാശ. എന്നാൽ ആശ അതല്ല. ലഭിക്കാം, ലഭിച്ചേക്കാം, പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ ലോകത്തിന്റെ ചിന്താമാനങ്ങൾ ആശയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള മാനങ്ങൾ പ്രത്യാശയിൽ അധിഷ്ഠിതം. ശലോമോൻ അത് തന്നെയാണ് പറയുന്നത്. ദൈവത്തിലാണ് എല്ലാ പ്രത്യാശയും.
ദൈവത്തെ സംബന്ധിച്ചുള്ള ആത്യന്തികമായ ഒരുപാട് കാര്യങ്ങൾ താൻ ഈ പുസ്തകത്തിൽ പറയുന്നു. ഒന്ന്, സൂര്യന് കീഴിൽ നടക്കുന്നതെല്ലാം നിരർത്ഥകങ്ങളാണ്. എന്നാൽ സൂര്യന് മുകളിലുള്ളത്, അതാണ് മനുഷ്യന് പ്രത്യാശയ്ക്ക് വകതരുന്നതായ കാര്യം. താൻ ഒടുവിൽ ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോഴും എഴുതുന്നത് എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ പറയുകയാണ്, ഈ ലോകമല്ല ശ്രേഷ്ഠം, ദൈവമാണ് ശ്രേഷ്ഠൻ. ഈ ലോകം നിരർത്ഥകമാണ്, ദൈവമാണ് അനശ്വരൻ. ഈ ലോകം ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ദൈവം കൃത്യമായ വിവരം തരുന്നവനാണ്. ഈ ലോകം മുഴുവനും മായയാണ്, ദൈവം നിത്യനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഈ ദൈവത്തിൽ നമുക്കും ആശ വെച്ച് ദൈവം ഭൂമിയിലേക്ക് അയച്ച പുത്രനിൽ വിശ്വസിച്ച് പുത്രനിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി അവന് വേണ്ടി ജീവിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവമാണ് എല്ലാറ്റിനെയും കാരണഭൂതൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവത്തിൽ നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.